തൃശൂർ തളിക്കുളം പത്താംകല്ലിൽ ഓയിൽ മില്ലിന് തീപിടിച്ചു. മിഷനറികളും വെളിച്ചെണ്ണയും കൊപ്രയും അടക്കം കത്തി നശിച്ചു. തൃപ്രയാറിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി എന്ന് ഉടമ പറഞ്ഞു. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷാബാസ്, ഓയിൽ മില്ലാണ്. തീ ആളിപ്പടരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീ അണച്ചിരിക്കുന്നു. മറ്റിടങ്ങളിലേക്ക് തീ പടരുന്നില്ല എന്നുള്ളതാണ് ആശ്വാസം. പക്ഷെ അപ്പോഴും ആ സ്ഥാപനം മുഴുവനായും കത്തി നശിച്ചു, അല്ലേ? തീർച്ചയായും അത് തളിക്കുളം പത്താംകല്ല് ദേശീയപാതയോരത്ത് പ്രവർത്തിക്കുന്ന സാലി ഓയിൽ ആൻഡ് ഫ്ലോർ മില്ലിലാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെ 7:45 കൂടിയാണ് തീപിടുത്തം തുടങ്ങിയത്. ഇതുവഴി കടന്നുപോയ ആളുകളായിരുന്നു ആദ്യം ഈ തീപിടുത്തം കണ്ടത്. ഉടൻ തന്നെ നാട്ടുകാരെയൊക്കെ വിളിച്ചുകൂട്ടി തീ അണക്കാനുള്ള ശ്രമം നടത്തി. നാട്ടുകാർ തന്നെ പൈപ്പിൽ വെള്ളം എത്തിച്ചുകൊണ്ട് അത് അണക്കാനുള്ള ശ്രമം നടത്തി. പക്ഷെ അതൊന്നും വിജയിച്ചില്ല. പിന്നീട് തൃപ്രയാറിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ തീ അണച്ചത്. തീയെ മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാനായെങ്കിലും പക്ഷേ ഈ മില്ല് പൂർണ്ണമായും കത്തി നശിച്ച അവസ്ഥയിലാണ്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് ഉടമ പറയുന്നത്. ഏകദേശം 400 ലിറ്ററോളം വെളിച്ചെണ്ണ, കൊപ്ര, മറ്റ് അസംസ്കൃത വസ്തുക്കൾ, അതിന് വേണ്ടിയിരുന്ന ഉപകരണങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ട് എന്നാണ് ഉടമ പറയുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം. തീ എന്തായാലും മറ്റ് അടുത്തുള്ള വീടുകളിലേക്കോ കടകളിലേക്കോ ഒക്കെ പടരാതെ രക്ഷിക്കാനായി. പക്ഷേ ഈ മില്ല് പൂർണ്ണമായും കത്തി നശിച്ചുകൊണ്ട് ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉടമയ്ക്ക് ഉണ്ടായതാണ് ഏറെ സങ്കടപ്പെടുത്തുന്ന കാര്യം. മധു, ഷാബാസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂരിലാണ് ഓയിൽ മില്ലിന് തീപിടിച്ചത്. ആ സ്ഥാപനം പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു.